Hey guys, welcome to Zego vlogs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് iPhone 11 ആണ്. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ, പർപ്പിൾ, വൈറ്റ്, റെഡ് എന്നിങ്ങനെ 6 കളേഴ്സിലാണ് iPhone 11 വരുന്നത്. പിന്നെ റോമിൻ്റെ കാര്യത്തിൽ 64GB, 120GB, 256GB എന്നിങ്ങനെ 3 വാരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. നമ്മുടെ സെറ്റ് ടോപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കത് പുറത്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് കവറിൽ നോക്കി കഴിഞ്ഞാൽ ഒന്നുള്ളിലേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ അല്പം ഒന്ന് പുറത്തേക്ക് ബഡ്ജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുള്ളത്. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് പുറത്തെടുക്കാം. നമ്മുടെ സെറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പൊടിയും കാര്യങ്ങളും കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരട്ട അൺബോക്സിങ് കഴിഞ്ഞതാണ്. പിന്നെ യൂസ് ചെയ്തിട്ട് പിന്നെയും വീഡിയോക്ക് വേണ്ടിയിട്ട് റീപാക്ക് ചെയ്തതാണ്. ബാക്കിൽ മൊത്തം ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് മാത്രം ഒരു മാറ്റ് ടൈപ്പ് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ സെറ്റ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഫസ്റ്റായിട്ട് തന്നെ ഒരു എൻവലപ്പ് ഇരിക്കുന്നത് കാണാം. ഇതിൽ നമ്മുടെ യൂസർ മാനുവലും പിന്നെ ആപ്പിൾ സ്റ്റിക്കർ, സിമാക്സിനുള്ള പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയുള്ളത് നമ്മുടെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററാണ്. ഇത് വേണമെങ്കിൽ നമ്മുടെ iPhone 11 ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല. iPhone 11 പ്രോയിലും മാക്സിലും മാത്രമാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുള്ളൂ. അതൊരു വലിയ ലിമിറ്റേഷൻ തന്നെയാണ്. ഇനിയുള്ളത് നമ്മുടെ എയർപോഡാണ്. സാധാരണ 3.5mm ഓക്സ് ജാക്ക് ഇപ്പോഴത്തെ ഐഫോണിലൊന്നും വരാത്തതുകൊണ്ട് ലൈറ്റ്നിങ് കണക്ടറാണ് ഇതിൽ വരുന്നത്. സൗണ്ട് ക്ലാരിറ്റി ഒന്ന് പറയുവേണ്ട, അടിപൊളി സൗണ്ടാണ്. ഹൈ ക്ലാരിറ്റി സൗണ്ടാണ് വരുന്നത്. ചാർജിങ് കണക്ടർ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടാണ് വേറെ കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്പെക്കുകൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ അല്പം ഒന്ന് ബഡ്ജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. റിയർ ക്യാമറാസ് 2 12 MP ഒരു വൈഡ് ക്യാമറയും പിന്നെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. അൾട്രാ വൈഡ് ക്യാമറ f/2.4 ആണ് അപ്പേച്ചർ വരുന്നത്. അതേപോലെ വൈഡ് ക്യാമറ f/1.8 ആണ് അപ്പേച്ചർ. പിന്നെ നമ്മുടെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊന്നും കാണില്ല. അത് നമ്മുടെ റെഡിൽ മാത്രം പ്രൊഡക്റ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേബലിംഗ് ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ബട്ടൺ കാണാം. പവർ ബട്ടൺ എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം കുറേ വേറെ പർപ്പസിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണും പിന്നെ മ്യൂട്ട് അൺമ്യൂട്ട് സ്വിച്ചും ഉണ്ട്. പിന്നെ ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ്നിങ് കണക്ടറും അതേപോലെ സ്പീക്കറും 2 സ്പീക്കറും പിന്നെ മൈക്രോഫോണുമാണ് വരുന്നത്. 194 grams ആണ് വെയിറ്റ് വരുന്നത്. ഡെപ്ത് 8.3 mm, ഹൈറ്റ് 150.9 mm, വിഡ്ത്ത് 75.7 mm ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ സൈഡ് ബട്ടൻ്റെ ടോപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോ വന്നു. ഞാനിതിൻ്റെ ഫസ്റ്റ് സെറ്റപ്പിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഫേസ് ഐ ഡി ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. iPhone 11 ഫേസ് ഐ ഡി iPhone XRനേക്കാൾ ഒരു പൊടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയിട്ടുണ്ട് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സൈഡിൽ വെച്ചിട്ടാണ് അൺലോക്ക് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ലേശം ഒന്ന് സ്പീഡ് കുറവ്, അല്ലെങ്കിൽ നല്ല സ്പീഡുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 128GB റോം വരുന്നുണ്ടെന്ന്. 13.3 സോഫ്റ്റ്വെയർ വേർഷനാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് അവൈലബിൾ 108GB സംതിങ് ഉള്ളൂ. ബാക്കിയുള്ളത് കുറച്ച് സിസ്റ്റവും പിന്നെ അതേപോലെ കുറച്ച് മീഡിയാസിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് അടക്കാം. നമ്മുടെ ക്യാമറ 5x വരെ ഡിജിറ്റൽ സൂം വരുന്നുണ്ട്. പിന്നെ 2x ഒപ്റ്റിക്കൽ സൂമും കിട്ടുന്നുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയും. 0.5x വരെ നമ്മുടെ അൾട്രാ വൈഡ് വരുന്നുണ്ട്.
മാക്സിമം നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നത് 0.5x വരെയാണ്. ഇതിൽ തന്നെ അത്യാവശ്യം ഫീൽഡ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ നമുക്ക് 4Kയിലും 1080pയിലും 24fpsലും 13fpsലും 60fpsലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. 720pയിൽ 30fpsലാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ സിനിമാറ്റിക് സ്റ്റെബിലൈസേഷൻ 4Kയിലും 1080pയിലും 720pയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യും. 4K വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ സ്റ്റിൽ ഫോട്ടോസ് എടുക്കാൻ കഴിയും. പിന്നെ നമ്മുടെ സ്ലോ മോഷൻ ക്യാമറ, സ്ലോ മോഷനിൽ നമുക്ക് 120fpsൽ 1080pയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ടൈം ലാപ്സ്. പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് മോഡിൽ 6 ലൈറ്റിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പനോരമയിൽ മാക്സിമം 60 MB വരെ നമ്മുടെ പനോരമ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് ആംഗിളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്. നൈറ്റ് മോഡ് ഇതുവരെ ഐഫോണിൽ വന്നിട്ടില്ല. iPhone 11ലാണ് ഇപ്പോൾ നൈറ്റ് മോഡ് വരുന്നത്. അതിൽ നമുക്കത് മാനുവലായിട്ട് ഓൺ ചെയ്യാൻ കഴിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ ഓണായി കിട്ടും. പിന്നെ അതിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ടൈം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണൊന്ന് സ്റ്റഡി ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് കിട്ടും. പിന്നെ A13 ബയോണിക് ചിപ്പ് 3rd ജനറേഷൻ ന്യൂറൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. നല്ലൊരു പെർഫോമൻസ് ഇത് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ലിക്വിഡ് റെറ്റിന HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 6.1 ഇഞ്ചാണ് സ്ക്രീനിൻ്റെ ഡയഗണൽ ലെങ്ത് വരുന്നത്. LCD ഡിസ്പ്ലേ ആണെന്ന് വെച്ചിട്ട് യാതൊരു പ്രോബ്ലം വിഷ്വൽസിന് വരുന്നില്ല. വിഷ്വൽസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. കളേഴ്സൊക്കെ കറക്റ്റാണ്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ടോപ്പിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ കൺട്രോൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ. പിന്നെ ബോട്ടം സൈഡിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ് ആപ്സാണ്. പിന്നെ നമ്മുടെ iOS 13 എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡാർക്ക് മോഡ്. ഡാർക്ക് മോഡ് ശരിക്കും എഫക്റ്റ് ചെയ്യണത് നമ്മുടെ AMOLED ഡിസ്പ്ലേസിലാണ്. ഇതിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എഫക്റ്റ് ചെയ്യും. പക്ഷേ ശരിക്കും അതിൻ്റെ ആ എഫക്റ്റ് കിട്ടുന്നത് AMOLED ഡിസ്പ്ലേസിലായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് നോക്കാം. ഇത് വേറൊരു ടൈപ്പിലാണ്. നമ്മുടെ വോളിയം അപ്പ് ബട്ടണും സൈഡ് ബട്ടൻ്റെ ടോപ്പും കൂടി ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഓഫിനുള്ള ഓപ്ഷൻ വരും. ഒരു 65-70 റേഞ്ച് നോക്കുന്നവർക്ക് iPhone 11 നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻ വരുന്നത് ആകെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ LCD ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. LCD ഡിസ്പ്ലേ ഒക്കെ അത്ര വലിയ വിഷയമായിട്ട് തോന്നിയില്ല. കാരണം വിഷ്വൽസൊക്കെ നല്ല ക്വാളിറ്റി വിഷ്വൽസാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിൻ്റെ വിഷയം മാത്രമാണ് ഒരു ലിമിറ്റേഷനായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യുക.